പ്രിന്റ് കമ്പനി. ഇതൊരു FS പ്രിപ്പറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. FS പ്രിപ്പറേഷൻ ആണ്. ലെറ്റ് us see how this is done. സ്റ്റാർട്ട് ചെയ്യണേ. സോ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് SOPL പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ SOFP പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ SOPL പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് 30 ജൂൺ 2002 SOPL ആണ്. SOFP പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് 30 ജൂൺ 2002 SOFP ആണ്. സോ SOPLന്റെയും SOFPയുടെയും ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. SOPL അതുപോലെ തന്നെ SOFP. വർക്കിങ്സ് കാണിച്ചാൽ സ്റ്റെപ്പ് മാർക്സ് കിട്ടുന്നത് കൊണ്ട് വർക്കിങ്സിന് ഒരു കോളം കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പ്രിന്റ് കമ്പനി ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരുടെ ട്രയൽ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ട്രയൽ ബാലൻസിലെ ഐറ്റംസ് നമുക്ക് ആദ്യം SOPLന്റെ ആ ഒരു ഫോർമാറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തല്ലേ, അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ ബെസ്റ്റ്. റവന്യൂ എന്ന് പറയുന്നത് 97,400 ആണ്, ട്രയൽ ബാലൻസിലുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസിൽ പൊതുവെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് ഉണ്ടാവുക 60,150. റവന്യൂ എന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ആഡ്മിൻ എക്സ്പെൻസും ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും ഉണ്ട്. ആഡ്മിൻ എക്സ്പെൻസ് 29,570 ആണ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് 7,200 ആണ്. ഫൈനാൻസ് കോസ്റ്റ് 750 ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഇല്ലാന്ന് തോന്നുന്നു, ഒരു കോളം വിടാം, അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഇല്ലെങ്കിൽ 0 ഇട്ടാൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ടാക്സ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ആൻഡ് ഇവിടെ നമ്മുടെ ഇയർ എൻഡ് 30 ജൂൺ 2002 ആണ്. നമ്മുടെ ഇയർ എൻഡ് 30 ജൂൺ 2002 ആണ്. 30 ജൂൺ 2001 ഇൻവെന്ററി നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് അത് ഓപ്പണിംഗ് ഇൻവെന്ററി ആണ്. ഓപ്പണിംഗ് ഇൻവെന്ററി നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ ആഡ് ആണ് ചെയ്യുക. ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ അത് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് നിന്ന് മൈനസ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. ബിക്കോസ് ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പ്രൊഡക്ഷൻ കോസ്റ്റ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ ക്ലോസിംഗ് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ട്, ബട്ട് ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ക്ലോസിംഗ് ഇൻവെന്ററി ഒന്നും ചെയ്യുന്നില്ല. ഇൻവെന്ററിയുടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോസിംഗ് ഇൻവെന്ററി ഇവിടുന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമ്മൾ SOPL ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി SOFPയിൽ നമുക്കറിയാം, SOFPയിൽ ആദ്യം നമ്മൾ അസറ്റ്സ് ആണ് കാണിക്കുക. അസറ്റ്സിന്റെ അണ്ടറിൽ നോൺ കറണ്ട് അസറ്റ് ആണ്, പിന്നെ കുറച്ച് കറണ്ട് അസറ്റ്സ് കാണിക്കാറുണ്ട്. ഇതൊക്കെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അസറ്റ്സ് കിട്ടും. പിന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി,
ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ആദ്യം ഇക്വിറ്റിയാണ് കാണിക്കുക. $1 ഷെയർ ക്യാപിറ്റലാണ്. അതിൻ്റെ എമൗണ്ട് 29,600 ആണ്. പിന്നെ ഷെയർ പ്രീമിയം ഉണ്ട്, അത് OCEയിലാണുള്ളത്. സെക്കൻഡ് ഐറ്റം ട്രയൽ ബാലൻസിലെ അത് 15,500 ആണ്. പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, അത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റീറ്റെയിൻ ഏർണിങ്സ് ആണ്. ഈ 30 ജൂൺ 2001 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആണ്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഈ വർഷത്തെ ഓപ്പണിംഗ് റീറ്റെയിൻ ഏർണിങ്സ് ആണ്. ഇപ്പോൾ ഇത് ഓപ്പണിംഗ് റീറ്റെയിൻ ഏർണിങ്സ് ആണ്. ഇതിൻ്റെ കൂടെ പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആഡ് ചെയ്യണം, ഡിവിഡൻഡ് പേയ്ഡ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. റീവാലുവേഷൻ്റെ കേസ് നമുക്കറിയില്ല. പിന്നെ നോൺ കറന്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് കാണിക്കുക. അതുപോലെ കറന്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതും കാണിക്കുക. പിന്നെ ഒക്കെ കൂടി ടോട്ടൽ ചെയ്യുക അല്ലേ, ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഞാൻ SOPയുടെയും SOFPയുടെയും ഒരു സ്ട്രക്ചർ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്ട്രക്ചർ അതിൻ്റെ മുകളിൽ നമ്മൾ വർക്കിങ്സിൽ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നമ്മളെടുത്ത് പറയുന്നത് ഒരു ഷെയർ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. ഷെയർ ആൻഡ് അതായത് ഫണ്ട് റേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫണ്ട് റേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളടുത്ത് പറയുന്നത്. നമ്മുടെ ഇയർ എൻഡ് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 30 ജൂൺ 2002 ആണ് ഇയർ എൻഡ്. സോ 1 ജാനുവരി 2002 ഇവർ കുറച്ച് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത് 30 ജൂൺ 2002 ആണ്. സോ ഫണ്ട് റേസ് ചെയ്തിട്ട് എത്ര മാസമായിട്ടുണ്ട്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഫണ്ട് റേസ് ചെയ്തിട്ട് 6 മന്ത്സ് ആയിട്ടുണ്ട്. ഇവർ റേസ് ചെയ്ത ഫണ്ടിന്റെ എമൗണ്ട് എത്രയാണ്? 30 മില്യൺ ആണ്. നമുക്ക് ഫിഗേഴ്സ് ഒക്കെ തൗസൻഡ്സിൽ ചെയ്യാം. സോ 30,000 എടുക്കാം. ഈ ഫുൾ എമൗണ്ട് ഇവർ ബാങ്ക് ലോൺ ആയിട്ടാണ് കാണിച്ചത്. ബട്ട് ഇൻ റിയാലിറ്റി ഈ 30,000-ൽ 16,000 മാത്രമേ എന്തുള്ളൂ? ബാങ്ക് ലോൺ ഉള്ളൂ. ബാക്കി 14,000 എന്ന് പറയുന്നത് ഷെയർ ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂ ചെയ്ത ഷെയർസിന്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 7 മില്യൺ ഷെയർസ് ഇൻറ്റു 1. അപ്പോൾ ബാക്കി എമൗണ്ട് എന്തായിരിക്കും? പ്രീമിയം ആയിരിക്കും. ബാക്കി 7,000 പ്രീമിയം ആയിരിക്കും. ആൻഡ് ലോണിന്റെ മുകളിലത്തെ ഇൻട്രസ്റ്റ് 5% ആണ്. ബാങ്ക് ലോണ് 16,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോണിന്റെ മുകളിലത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 5% ആണ്. An accrual of 6 months interest has been included in the trade and other payables and recognized as a finance cost. 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുമുണ്ട്. അത് കൊടുക്കാത്തത് കൊണ്ട് അത് പേയബിൾസിന് അണ്ടറിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്? ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത് മൊത്തം 30,000 മുകളിലാണ് അല്ലേ? അപ്പൊ ശരിക്കും നമ്മൾ ലോൺ എമൗണ്ട് എടുത്തത് 30,000 ആണ്. എന്നാൽ അതിൽ 16,000 മാത്രമേ ബാങ്ക് ലോൺ ഉള്ളൂ. ബാക്കി 14,000 ഷെയർ ഇഷ്യൂ ആണ് അല്ലേ? പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവർ ലോണ് കാണിച്ചത് എത്രയാ? 30,000 ആണ്. പക്ഷെ ലോണ് 30,000 കാണിക്കാൻ പറ്റൂല. നോൺ കറന്റ് ലയബിലിറ്റിയിൽ ലോൺ എത്രയേ കാണിക്കാൻ പറ്റുള്ളൂ? 16,000 മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കി എമൗണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിലും ഷെയർ പ്രീമിയത്തിലും കാണിക്കണം. നോമിനൽ വാല്യൂ ഷെയർ ക്യാപിറ്റലിൽ കാണിക്കണം. എക്സ്ട്രാ എമൗണ്ട് ഷെയർ പ്രീമിയത്തിൽ റെക്കോർഡ് ചെയ്യണം. അത് നമ്മൾ കറക്റ്റ് ചെയ്തു. അടുത്ത പ്രശ്നം എന്താണ്? അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണ് അല്ലേ? അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 30,000-ന്റെ മുകളിൽ 5% ആണ്. എന്നാൽ ഒറിജിനൽ ലോണ് അത്രയില്ല. ശരിക്കും ഇൻട്രസ്റ്റ് എത്രയേ കാണിക്കാൻ പറ്റുള്ളൂ? 16,000-ന്റെ മുകളിൽ 5% മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ.
ആൻഡ് അത് അവർ 6 മാസത്തേക്കാണ് കാണിച്ചത്. 6 മാസം ഇയർ എൻഡ് വരെ 6 മാസമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്തതാണ്. അപ്പൊ അവർ കാണിച്ച ഇൻട്രസ്റ്റ് 750 ആണ്, എന്നാൽ ശരിക്കും കാണിക്കേണ്ട ഇൻട്രസ്റ്റ് 400 ആണ്. അപ്പൊ അവർ എക്സ്ട്രാ എത്ര ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്? അവർ എക്സ്ട്രാ 350 ഇൻട്രസ്റ്റ് ഫിനാൻസ് കോസ്റ്റിലും റിസീവബിൾസിലും കാണിച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ഇത് ക്യാൻസൽ ചെയ്യണം. ഫിനാൻസ് കോസ്റ്റിൽ നിന്ന് 350 ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക. ട്രേഡ് പേയബിൾസ് കാണിക്കുമ്പോൾ പേയബിൾസിൽ 4170 ആണ് ഉള്ളത്. അതിൽ നിന്ന് 350 മൈനസ് ചെയ്യുക. ആ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? ഓക്കെ അല്ലേടാ? രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഇൻവെന്ററി. ഓക്കെ, ഈ വർഷം ഇയർ എൻഡ് 30 ജൂൺ 2002 ഇയർ എൻഡ് ഇൻവെന്ററി ഇവർ ശരിക്കും മെഷർ ചെയ്തത് കോസ്റ്റിലാണ്. എത്രയാണ് കോസ്റ്റ്? 5700. നമുക്കറിയാം ആസ് പെർ IAS2 ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ മെഷർ ചെയ്യേണ്ടത് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRVയിലാണ്. ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ മെഷർ ചെയ്യേണ്ടത് എന്തിലാണ്? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRVയിലാണ് നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററി മെഷർ ചെയ്യേണ്ടത്. എന്നാൽ ഇവർ ഇൻവെന്ററി മെഷർ ചെയ്തിട്ടുള്ളത് കോസ്റ്റിലാണ്. ഈ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻവെന്ററി ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിന്റെ കോസ്റ്റ്, ആ മൊത്തം ഇൻവെന്ററി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്, അതിന്റെ കോസ്റ്റ് 700 ഇൻറ്റു 1400 ആണ്. നമുക്ക് തൗസൻഡ്സിൽ ചെയ്യുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 കൊടുക്കണം, അതായത് 980. എന്നാൽ ഇത് വിൽക്കുന്ന സമയത്ത് നമുക്ക് NRV എത്രയാണ് കിട്ടുക? 700 യൂണിറ്റ്സ് ഉണ്ട്, വിറ്റാൽ 1600 കിട്ടും. എന്നാൽ ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ 400 രൂപ കൂടി എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ NRV എത്രയാണ്? ഡിവൈഡഡ് ബൈ 1000 ചെയ്യാനുണ്ട്, 840 ആണ് അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് ലോവർ? NRV ആണ് ലോവർ. എന്നാൽ ഇവർ കാണിച്ചത് എന്താണ്? കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഒഴിവാക്കണം, അതിന് പകരം എന്ത് കാണിക്കണം? NRV കാണിക്കണം. കോസ്റ്റ് ഒഴിവാക്കിയിട്ട് അതിന് പകരം NRV കാണിക്കണം. അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി വരിക 5560 ആണ്. അതായത് എടാ ശരിക്കും ഇവർ ഇൻവെന്ററി കാണിച്ചിട്ടുള്ളത് കോസ്റ്റിലാണ് 5700 ആണ്. ഈ 5700 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെന്ററിയുടെ കോസ്റ്റ് 980 ആണ്. എന്നാൽ ആ ഇൻവെന്ററിയുടെ NRV 840 മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ മെഷർ ചെയ്യേണ്ടത് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRVയിലാണ്. അപ്പോൾ 980 അല്ല കാണിക്കേണ്ടത്, 840 ആണ് കാണിക്കേണ്ടത്. എന്നാൽ ഇവർ കാണിച്ചത് കോസ്റ്റ് ആണ്, 980 ആണ് കാണിച്ചത്. അത് ഒഴിവാക്കുക, എന്ത് ആഡ് ചെയ്യുക? NRV ആഡ് ചെയ്യുക. അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാണ്? 5560 ആണ്. ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യണം, 5560. ആൻഡ് അത് കറന്റ് അസറ്റിലെ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അത് ഓക്കെ അല്ലേ? ആ സംഭവം ഓക്കെ അല്ലേ?
മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് അതിനെ കുറിച്ചിട്ടാണ്, ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്. സോ 30 ജൂൺ 2002 അതായത് ഇയർ എൻഡില് നമ്മുടെ കമ്പനി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ കോൺട്രാക്ട് പ്രകാരം നമ്മുടെ കമ്പനി 22,500 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ കോമ്പണൻസ് അടുത്ത 3 വർഷം പർച്ചേസ് ചെയ്യും അറ്റ് എ കോസ്റ്റ് ഓഫ് 450 ഈച്ച്. അപ്പൊ ഈ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എത്രയാണ്? നമ്മൾ എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യണം? 22,500 ഇൻറ്റു 450 തൗസൻഡ്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 1000. ഇതാണ് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്. എന്നാൽ ഈ കോമ്പണൻസ് ഇനി അങ്ങോട്ട് നമുക്ക് ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്, അല്ലേ? ഈ കോമ്പണൻസ് നമുക്ക് ഇനി അങ്ങോട്ട് ആവശ്യമില്ല. പഴയ കാര്യങ്ങൾ അതായത് മുമ്പ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കാൻ വിചാരിച്ചത് അതിന് വേണ്ടിയിട്ട് നമുക്കത് ആവശ്യമില്ല. പുതിയൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമുക്കിത് ആവശ്യം. പുതിയ അഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എത്ര കോസ്റ്റ് സ്പെൻഡ് ചെയ്യണം? 600 സ്പെൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് വിൽക്കുവാണെങ്കിൽ നമുക്കിത് 900-ന് വിൽക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഈ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? ഈ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 22,500 യൂണിറ്റ്സ് ഉണ്ട് ഇൻറ്റു വിൽക്കുന്നത് 900-നാണ്. വിൽക്കുന്നത് 900-നാണ്. പിന്നെ എന്നാൽ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് 600 രൂപ എന്ത് ചെയ്യണം? അഡീഷണൽ കോമ്പണന്റ്, അഡീഷണൽ സർവീസിന് വേണ്ടിയിട്ട്, അഡീഷണൽ മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് 600 രൂപ സ്പെൻഡ് ചെയ്യണം. അതുകൂടാതെ ഇതിന്റെ കോസ്റ്റ് 450 കോസ്റ്റ് നമ്മൾ മുകളിൽ കാണിച്ചല്ലോ, ഡിവൈഡഡ് ബൈ 1000, അല്ലേ? അപ്പം 10,000 രൂപക്ക് വാങ്ങിച്ച സാധനം നമുക്ക് വിൽക്കാൻ പറ്റുന്ന എത്രക്കാണ്? 6750 അല്ലേ? 6750. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? ഓണറസ് കോൺട്രാക്ട് എന്ന് പറയും, അല്ലേ? ലോസ് മേക്കിംഗ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓണറസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓണറസ് കോൺട്രാക്റ്റിന്റെ മുകളിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊവിഷന്റെ എമൗണ്ട് ഈസ് ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് ഫുൾഫില്ലിംഗ് ദി കോൺട്രാക്ട് or the cost of terminating it and suffering any penalties. ഈ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരും? കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരും? കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന നെറ്റ് നഷ്ടം എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് കോൺട്രാക്ടിന്റെ കോസ്റ്റ് 10,125, കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്ന എമൗണ്ട് 6750. സോ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കോസ്റ്റ് വരുന്നത്. കോൺട്രാക്ട് ക്യാൻസൽ ചെയ്താൽ എത്രയാണ് പെനാൽറ്റി വരുന്നത്? 4,000 ആണ്. നമ്മൾ അപ്പം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊവിഷൻ എമൗണ്ട് എന്തായിരിക്കും? ഇത് രണ്ടിൻ്റെയും ലോവർ ആയിരിക്കും, അല്ല? ലോവർ ഏതാണ്? 3375 ആണ്. സോ 3375ന്റെ മുകളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുക? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. പ്രൊവിഷൻ ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇവിടെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിൻ എക്സ്പെൻസിൽ കാണിക്കണം എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
അതുകൂടാതെ ഒരു പ്രൊവിഷൻ റെക്കോർഡ് ചെയ്യണം. SOFPയിൽ 3375. അപ്പോൾ അഡ്മിൻ എക്സ്പെൻസ് 3375ഉം പ്രൊവിഷൻ നമുക്ക് നോൺ കറന്റ് ലയബിലിറ്റിയിൽ വേണമെങ്കിൽ കാണിക്കാം, കാരണം 3 ഇയേഴ്സിലേക്കുള്ള സംഭവമല്ലേ. ഇനി കറന്റ് ലയബിലിറ്റിയിൽ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല, നോ ഇഷ്യൂ. അതൊക്കെയാണോ? ഇതൊക്കെയാണോ? ഓക്കെ അല്ലേടാ? നാലാമത്തത് നോൺ കറന്റ് അസറ്റിന്റെ നോൺ കറന്റ് പിക്കാൻ്റെ ഒക്കെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ചെയ്തതാടാ. നോൺ കറന്റ് അസറ്റിന്റെ ഒരു ചോദ്യമാണ്. നോൺ കറന്റ് അസറ്റിന്റെ ഒരു ചോദ്യമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. നോൺ കറന്റ് അസറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്തുണ്ട്? പ്ലാന്റ് ഉണ്ട്, മെഷീൻ ഉണ്ട്, ലാൻഡ് ഉണ്ട്. പ്ലാന്റും മെഷീനും ലാൻഡും ഉണ്ട്, നോൺ കറന്റ് അസറ്റിന്റെ അണ്ടറിലുണ്ട്. ഇതിന്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത്, സോറി പ്ലാന്റ് ആൻഡ് മെഷീൻ ആണ്, പ്ലാന്റും മെഷീനും വേറെ വേറെ കൊടുത്തല്ലേ, സോറി. പ്ലാന്റ് ആൻഡ് മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 16200 ആണ്. അതിൻ്റെ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 7290 ആണ്. അപ്പം ഇയർ സ്റ്റാർട്ടിലെ ക്യാരിങ് വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ ലാൻഡിൻ്റെ കേസിൽ നമുക്കറിയാം, ലാൻഡിൻ്റെ കോസ്റ്റ് 45,000 ആണെങ്കിൽ ക്യാരിങ് വാല്യൂയും 45,000 ആയിരിക്കും. സോ 1 ജൂലൈ 2001 30 ജൂൺ 2001 എന്ന് പറഞ്ഞാലും 1 ജൂലൈ 2001 എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. പ്രിന്റ് കമ്പനി എന്ത് ഡിസൈഡ് ചെയ്തു? ഒരു മെഷീനറി വിൽക്കാൻ തീരുമാനിച്ചു, ഹെൽപ്പ് ഫോർ സെയിൽ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് കാണിക്കണം? ഹെൽപ്പ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഈ ഹെൽപ്പ് ഫോർ സെയിൽ ആയിട്ടുള്ള മെഷീൻ്റെ കോസ്റ്റ് 2400 ആണ്. അതിൻ്റെ ക്യാരിങ് വാല്യൂ 1800 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹെൽപ്പ് ഫോർ സെയിൽ ആയിട്ടുള്ള മെഷീൻ്റെ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എത്രയായിരിക്കും? ഹെൽപ്പ് ഫോർ സെയിൽ ആയിട്ടുള്ള മെഷീൻ്റെ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എത്രയായിരിക്കും? 900 ആയിരിക്കും അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. എന്നാൽ ഇതിന്റെ മുകളിൽ ഇതുവരെ ഇവർ യാതൊരു അഡ്ജസ്റ്റ്മെന്റും എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ മൊത്തം പ്ലാന്റ് ആൻഡ് മെഷീൻ 16,200 ആണ്. അതിൽ 2,200 ഹെൽപ്പ് ഫോർ സെയിൽ ആയി കഴിഞ്ഞാൽ മൈനസ് ചെയ്യേണ്ടടാ. ഹെൽപ്പ് ഫോർ സെയിൽ ആയിട്ടുള്ള മെഷീൻ്റെ കമ്പ്യൂട്ടേഷൻ സെപ്പറേറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഫിഗറിൽ നിന്ന് ഹെൽപ്പ് ഫോർ സെയിൽ ആയിട്ടുള്ള മെഷീൻ്റെ കോസ്റ്റും അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷനും നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, നമുക്കറിയാം ഒരു മെഷീൻ ഹെൽപ്പ് ഫോർ സെയിൽ ആണെങ്കിൽ അതിനെ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRVയിലാണ്. ക്യാരിങ് വാല്യൂ ഇപ്പോൾ 1,500 ആണ്. NRV എന്ന് പറയുന്നത് ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ടു സെല്ലാണ് അല്ലേ? ഈ ഡേറ്റിൽ ഇവരുടെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെല്ല് 1.14 1140 ആണ്. പക്ഷെ ഇത് എപ്പോഴത്തെ ഓക്കെ
1 ജൂലൈ 2014 ഇതിന്റെ NRV 1140 ആണെങ്കിലും ആ മെഷീൻ ആക്ച്വലി വിൽക്കുന്നത് 1100 വിച്ച് മീൻസ് NRV ശരിക്കും എത്രയേ ഉള്ളൂ? 1100 മാത്രമേ ഉള്ളൂ. NRV 1100 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫിഗർ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് ഫോർ സെയിൽ നമ്മൾ മെഷർ ചെയ്യൽ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRVയിലാണ്. അപ്പോൾ നമ്മൾ ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ NRVയിൽ കാണിക്കുന്ന സമയത്ത് ഇവിടെ ഏതാണ് ലോവർ? NRV ആണ് ലോവർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് റെക്കോർഡ് ചെയ്യേണ്ടി വരും? ഒരു ഇമ്പയർമെന്റ് ലോസ് റെക്കോർഡ് ചെയ്യേണ്ടി വരും. എത്ര? 400. ആൻഡ് പിന്നീട് അങ്ങോട്ട് നമ്മൾ ആ എസറ്റ് കാണിക്കേണ്ടത് NRVയിലാണ്, 1100. ഇമ്പയർമെന്റ് ലോസ് നമ്മൾ എവിടെ കാണിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസിൽ കാണിച്ചാൽ മതി. മെഷീൻ്റെതല്ലേ, കോസ്റ്റ് ഓഫ് സെയിൽസിൽ കാണിച്ചാൽ മതി. ആൻഡ് 1100 നമ്മൾ കറണ്ട് അസറ്റിൽ NCA ഹെൽത്ത് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ബാക്കിയുള്ള പ്ലാന്റ് ആൻഡ് മെഷീനിനെ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് 15% ഓൺ കോസ്റ്റ് ആണ്. ബാക്കിയുള്ള മെഷീനിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുക കോസ്റ്റിന്റെ മുകളിൽ 15% ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയർ എൻഡിലെ ക്യാരിങ് വാല്യൂ കിട്ടും. ഡിപ്രീസിയേഷൻ 2070 അത് ഡിപ്രീസിയേഷൻ 2070 അത് കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ കാണിക്കുക. നോൺ കറണ്ട് അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് അത് SOFPയിൽ കാണിക്കുക. ലിങ്ക് ചെയ്തിട്ട് ആൻസർ കാണിക്കാൻ പറ്റും. അതായത് ഈക്വൽ ടു അടിച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ട് ആൻസർ കാണിക്കാം. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ലിങ്ക് ചെയ്യലാണ് കുറച്ചുകൂടെ ബെറ്റർ. NCIയോ? NCI എന്ന് പറഞ്ഞാൽ എന്താടാ? സാറാ NCIയുടെ കൂടെ ഡയറക്റ്റ് PP നീ എന്തെങ്കിലും ചെയ്യടാ. എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ എവിടെയാടാ NCI വന്നിട്ടില്ലേ? എക്സാമിന് ടൈമില്ലെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് ടൈപ്പ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഇത് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണോടാ മഹഫൂസെ. പിന്നെ അടുത്തത് ഇൻകം ടാക്സ് റീഫണ്ട് ഈ വർഷം 2530. ഇൻകം ടാക്സ് റീഫണ്ട് ആണ്. അപ്പൊ അത് നിങ്ങൾ മൈനസ് ചെയ്തിട്ട് കാണിക്കരുത്. ടാക്സ് എക്സ്പെൻസ് അല്ല, എന്താണ്? ടാക്സ് ഇൻകം ആണ്. ആൻഡ് ടാക്സ് റീഫണ്ട് ആണെങ്കിൽ അത് നമ്മൾ SOFPയിൽ കറന്റ് ലാബിലിറ്റിയുടെ അണ്ടറിലല്ല കാണിക്കുക, കറന്റ് അസറ്റിന്റെ അണ്ടറിലാണ് കാണിക്കുക. ഫുൾ ക്യാപിറ്റൽ കാണിക്കണ്ടടാ.
ഓക്കെ അല്ലേ? അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ? ഇനി ആകെ എനിക്ക് തോന്നുന്നത് ഇവിടെ റിസീവബിൾസിന്റെ ഫിഗർ കാണിക്കാനുണ്ട്. റിസീവബിൾസ് 25010 ആണ്. ബാക്കി വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ടോട്ടൽ ചെയ്യാം. റവന്യൂന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് അഡ്മിൻ എക്സ്പെൻസ് മൈനസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് മൈനസ് ഫിനാൻസ് കോസ്റ്റ് ചെയ്താൽ ഇത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ല, ലോസ് ബിഫോർ ടാക്സ് ആണ്. അതുകൊണ്ടാണ് ടാക്സ് ഇൻകം വന്നിട്ടുണ്ടാവുക. ഇത് ചെയ്താൽ ലോസ് ആഫ്റ്റർ ടാക്സ് വരും 4525. ആൻഡ് ഈ ലോസ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ അഡ്ജസ്റ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ റീറ്റെയിനിങ്സിന്റെ കൂടെ ആഡ് ആണ് ചെയ്യുക. ലോസ് ആയതുകൊണ്ട് റീറ്റെയിനിങ്സ് നിന്ന് മൈനസ് ചെയ്യണം 4525. ഇപ്പോൾ കാര്യങ്ങളായിട്ടുണ്ട്. ഇനി ടോട്ടൽ അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയും ടോട്ടൽ ചെയ്യുക. എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എക്സാമിന് നിങ്ങൾക്ക് സംഭവം ടാലി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കിത് ടാലി ആവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ടാലി ആവില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു കാരണവശാലും സംഭവം എന്താവില്ല, ടാലി ആവില്ല. ഒരു ടാലി ആവാതിരിക്കാനൊരു കാരണമുണ്ട്. ഞാൻ ക്യാഷ് കറണ്ട് അസറ്റിൽ കാണിക്കാൻ വിട്ടുപോയി 4700. ഇത് കാണിച്ചാൽ ടാലി ആവുമെന്ന് നോക്കുക. നിങ്ങൾ എക്സാമിന് FS പ്രിപ്പറേഷൻ ടാലി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇതായിട്ടുണ്ട്. ഇപ്പോൾ ടാലി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കാരണം ടാലി ആവാതിരുന്നതാണ്, തെറ്റിയത് കാരണം ടാലി ആവാതിരുന്നതാണ്. നിങ്ങൾ എക്സാമിനേഷന് ടാലി ആവുന്നില്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ് അത് ടാലി ആക്കാൻ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ അവിടെ ഇട്ടെ. ഓക്കെ, പറ്റുന്നില്ലെങ്കിൽ അത് അവിടെ ഇട്ടെ. ഒരു കാരണവശാലും ടാലി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അവസാനം റേഷ്യോ ഇന്റർപ്രിട്ടേഷന് സമയമില്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ കൊണ്ടുവരരുത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് ഇതിൽ തന്നെയുള്ള വീനസ് എന്ന് പറയുന്ന ചോദ്യം ഒന്ന് നോക്കാം. വീനസ് എന്ന് പറയുന്ന ചോദ്യം ഒന്ന് നോക്കാം. ഓക്കെ, കൺസോളിഡേഷൻ നോക്കിയാലോ? ഒരു കൺസോളിഡേറ്റഡ് റേഷ്യോ ഇന്റർപ്രിട്ടേഷൻ നോക്കിയാലോ? ഇവിടെ വീനസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അത് നോക്കിയാലോ? ഇത് കൺസോളിഡേറ്റഡ് എക്വിസിഷന്റെ ഒരു ചോദ്യമാണ്. കൺസോളിഡേഷനിൽ നമ്മൾ പുതിയൊരു സബ്സിഡറി കമ്പനിയെ എക്വയർ ചെയ്താലുള്ള ഒരു ചോദ്യമാണ്.
എനിക്കൊരു 2 മിനിറ്റ്സ് ഒന്ന് തരണേ, ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ്.
ഓക്കെ, സോ നമ്മൾ റേഷ്യോ ഇൻ്റർപ്രിറ്റേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു റേഷ്യോ ഇൻ്റർപ്രിറ്റേഷൻ ആണ്. സംതിങ് റിലേറ്റഡ് വിത്ത് acquisition of a subsidiary in the coming current year. So, വീനസ് എന്ന് പറയുന്ന കമ്പനി നമ്മൾ ഗ്രെഗറി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ക്ലാസ് എന്ന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് ഈ ക്വസ്റ്റ്യൻ. സോ വീനസ് എന്ന് പറയുന്ന കമ്പനി ലൂട്ടോ എന്ന് പറയുന്ന കമ്പനിയുടെ 70% ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരേ ഒരു സബ്സിഡറിയാണ് അക്വയർ ചെയ്തത് 1 ജനുവരി 2008. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ വർഷം വീനസ് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിരുന്നു, ഒറ്റക്കായിരുന്നു. ഈ വർഷം വീനസിന്റെ കൂടെ ആരുമുണ്ട്? ലൂട്ടോ എന്ന് പറയുന്ന ഒരു സബ്സിഡറി ഉണ്ട്. എന്നാൽ നമ്മൾ ഈ സബ്സിഡറി കമ്പനി അക്വയർ ചെയ്തത് എപ്പോഴാണ്? 1 ജനുവരി 2008. നമ്മുടെ ഇയർ എൻ്റെ 30 ജൂൺ 2008 ആണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്തിട്ട് വെറും 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. സോ 6 മാസത്തേക്കുള്ള SOPL ആയിരിക്കും ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേ. കുറച്ച് ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മറക്കരുതേ, നോട്ട് ചെയ്യുക. നമ്മളിത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 40 മിനിറ്റ്സിന് സോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതിന് വീണ്ടും പറയാനൊന്നും പോകുന്നില്ല. ഇതൊരു ക്വസ്റ്റ്യൻ സോൾവിങ് സെഷൻ ആണ്. സോ ഒന്ന് നോട്ട് ചെയ്യണം. സോ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്തിട്ട് മാനേജിംഗ് ഡയറക്ടർ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. ബിക്കോസ് പുള്ളി പറയുകയാണ്, ഹി ഹാഡ് എക്സ്പെക്ടഡ് ടു സീ എ ഹയർ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഇൻ 2008. due to the receipt of discounted purchase from Lotto company in the post-acquisition period. He has remarked that the acquisition of Lotto company has not had a positive impact he has expected. അല്ലേ? നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2007 സ്റ്റേറ്റ്മെന്റ്സും 2008 സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ഡയറക്ട്ലി കമ്പയർ ചെയ്യാൻ പറ്റില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, 2007 സ്റ്റേറ്റ്മെന്റ്സ് സിംഗിൾ എൻറ്റിറ്റി ആണ്, 2008 കൺസോളിഡേറ്റഡ് ആണ്. 2, ഇനി 2008 തന്നെ സബ്സിഡറി കമ്പനിയുടെ ഫുൾ റിസൾട്ട്സ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ല. വെറും 6 മാസത്തേക്കുള്ള റിസൾട്ട്സ് മാത്രമേ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ മേ ബി ഗ്രോസ് പ്രോഫിറ്റ് മാർജിന് 2008 ഫിനാൻസ് ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് പോലെ അത്രത്തോളം ഇൻക്രീസ് ചെയ്യാത്തതിൻ്റെ വൺ ഓഫ് ദി റീസൺ ഇത് 6 മാസത്തേക്ക് മാത്രം കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു കാരണമായിരിക്കാം. സോ നമുക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ലൂട്ടോയുടെ റവന്യൂ എന്ന് പറയുന്നത് 5 മില്യൺ ആണ്. ആൻഡ് ലൂട്ടോ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് 2 മില്യൺ ആണ്. അത് പോസ്റ്റ് എക്വിസിഷൻ പീരീഡിലെ റവന്യൂവും പോസ്റ്റ് എക്വിസിഷൻ പീരീഡിലെ പ്രോഫിറ്റുമാണ്. അക്വിസിഷന് ശേഷം പേരന്റ് കമ്പനിക്ക് സബ്സിഡി കമ്പനിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് ഡിസ്കൗണ്ടിന് കിട്ടിയിട്ടുണ്ട്. ഇത് കാരണം ഒരു സേവിങ്സ് 500,000 വന്നിട്ടുണ്ട് പോസ്റ്റ് എക്വിസിഷൻ പീരീഡിൽ. ആൻഡ് ഇയർ ഉണ്ടാവുമ്പോഴേക്ക് അൺസോൾഡ് ഗുഡ്സ് ഒന്നുമില്ല, ഒക്കെ സോൾഡ് ചെയ്തിട്ടുണ്ട്. സബ്സിഡറി കമ്പനി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പെർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഷെയറും ഒരു ഡെഫേർഡ് പേയ്മെന്റുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെറ്റ് അസറ്റ്സിന്റെ ഫെയർ വാല്യൂവിനെ കുറിച്ചിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. റവന്യൂവും എക്സ്പെൻസ് ഒക്കെ അക്രൂഡ് ഈവൻലി ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് റിക്വയർമെന്റ് എ നമ്മളെടുത്ത് പറയുന്നേ? Based on the extracts provided, use the pre-formatted table to calculate the following ratios for Venus Company and the Venus Group for the year ended 30 June 2008 and 30 June 2007 respectively. Ratios directly calculate ചെയ്യാനാണ് പറഞ്ഞത്. ഏതൊക്കെ റേഷ്യോസ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ROE ചെയ്യുന്ന സമയത്ത്, ഇക്വിറ്റി എടുക്കുന്ന സമയത്ത് NCI ഉണ്ടെങ്കിൽ NCI എടുക്കണം. അപ്പോൾ ഈ ടേബിള് അല്ലേ, ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്.
ഈ ടേബിളിൽ നമ്മൾ റേഷ്യോസ് ഒക്കെ ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യുക. സോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 2008 ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി 2008 ആദ്യം കാണുന്നത്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലും OCEയും റീറ്റെയിൻഡ് ഏർണിങ്സും NC ഒക്കെ വരും. അപ്പോൾ മൊത്തം ഇക്വിറ്റി എടുക്കും. അതിൻ്റെ ടോട്ടൽ അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ റേഷ്യോസ് കാണുക. അതുപോലെ 2007 കാണുക. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ROCE നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഇൻറ്റു 100. അല്ലെ, ഈ ക്വസ്റ്റ്യൻ എത്രയൊക്കെ ടഫാണെന്ന് പറഞ്ഞാലും, ഇത് എത്രയൊക്കെ ടഫാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നേ? ചോദ്യം എളുപ്പ. കാരണം 3 മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പത്തിൽ കിട്ടിയില്ലേടാ. 3 മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടിയില്ലേ? എങ്ങനെ കിട്ടി? എങ്ങനെയാ 3 മാർക്ക് കിട്ടിയത്? ജസ്റ്റ് കാൽക്കുലേഷൻ കാണിച്ചപ്പോൾ ആ 3 മാർക്ക് കിട്ടി. ജസ്റ്റ് ആ കാൽക്കുലേഷൻ കാണിച്ചപ്പോൾ 3 മാർക്ക് കിട്ടി. ബാക്കിയുള്ള മാർക്സും നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള മാർക്സും നമുക്ക് എളുപ്പത്തിൽ കിട്ടും. നമുക്ക് നോക്കാം. അടുത്ത 5 മാർക്കിന്റെ ചോദ്യമാണ്. B1 കംപ്ലീറ്റ് ദി ടേബിൾ പ്രൊവൈഡഡ് ടു അഡ്ജസ്റ്റ് വീനസ് കമ്പനീസ് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ended 30 June 2008 in order to calculate the profit of Venus company for that year as if the acquisition of Luto company had not taken place. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ 2007 വീനസ് ഒരു സിംഗിൾ എൻട്രി ആണ്, 2008 കൺസോളിഡേറ്റഡ് ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കമ്പയർ ചെയ്യാൻ പറ്റൂല. കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2008 സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് നമ്മൾ വീനസിന്റെ, അതായത് ലൂട്ടോ എന്ന് പറയുന്ന സബ്സിഡി കമ്പനിയുടെ റിസൾട്ട്സ് ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്തിട്ട് വെറും പേരന്റ് കമ്പനിയുടെ മാത്രം SOPയിൽ പ്രിപ്പയർ ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് പറയുന്നത്. അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് റീകാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കണേ, ഇതാണ് വീനസ് കമ്പനിയുടെ ഇപ്പോഴത്തെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ്. ഇതാ 9,800 കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ഡിഡക്ട് ചെയ്യണം? സബ്സിഡി കമ്പനിയുടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്യാൻസൽ ചെയ്യണം. അതിൽ ആദ്യം നമ്മൾ ക്യാൻസൽ ചെയ്യുക സബ്സിഡി കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് 2000. അത് അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടതാണ്? ഡിഡക്ട് ചെയ്യേണ്ടതാണ്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ ചെയ്ത കൺസോളിഡേഷൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ചെയ്ത കൺസോളിഡേഷൻ എന്ത് ചെയ്യാൻ പോവാണ്? ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ചെയ്ത കൺസോളിഡേഷൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. നോട്ട് 2 നമ്മളെടുത്ത് എന്താ പറയുന്നേ? നമ്മൾ വീനസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഈ ഡിസ്കൗണ്ട് കാരണം നമുക്ക് 500 രൂപ സേവിങ്സ് കിട്ടുന്നുണ്ട്. അത് സബ്സിഡി കമ്പനി അക്വയർ ചെയ്തത് കൊണ്ട് കിട്ടുന്ന 500 രൂപ സേവിങ്സ് ആണ്. നമ്മൾ ഈ സബ്സിഡി കമ്പനി അക്വയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. സബ്സിഡി കമ്പനി ഇല്ലാതെ പേരന്റ് കമ്പനിയുടെ സ്വന്തം റിസൾട്ട്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. സോ സബ്സിഡി കമ്പനി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സേവിങ്സ് കിട്ടില്ലായിരുന്നു. സേവിങ്സ് ക്യാൻസൽ ചെയ്യണം. സേവിങ്സ് ക്യാൻസൽ ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും.
നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? 2008 സബ്സിഡി കമ്പനിയെ നമ്മൾ 6 മാസത്തേക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 6 മാസത്തേക്കുള്ള റിസൾട്ട് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ സബ്സിഡി കമ്പനി നമ്മൾ 2008 സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ. സോ സബ്സിഡി കമ്പനി അക്വയർ ചെയ്തത് കാരണം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ചെറിയ രൂപക്ക് കുറഞ്ഞ എമൗണ്ടിന് ഗുഡ്സ് കിട്ടുന്നത് കാരണം നമുക്ക് 500 രൂപ സേവിങ്സ് ഉണ്ട്. ആ സേവിങ്സ് ക്യാൻസൽ ചെയ്താൽ പ്രോഫിറ്റ് കുറയും. പിന്നെ സബ്സിഡി കമ്പനി അക്വയർ ചെയ്ത സമയത്ത് നമ്മൾ അവർക്ക് ഷെയറും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ഡെഫേർഡ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഡെഫേർഡ് പേയ്മെന്റ് 2 വർഷം കഴിഞ്ഞാലാണ് കൊടുക്കുക. ഡെഫേർഡ് പേയ്മെന്റ് എത്രയാണ് ഡെഫേർഡ് പേയ്മെന്റ് വരിക? 5,000 ആണ്. ഡെഫേർഡ് പേയ്മെന്റ് 5,000 ആണ്. അത് എപ്പോഴാണ് കൊടുക്കുന്നത്? 1 ജനുവരി 2008 നമ്മൾ സബ്സിഡി കമ്പനി അക്വയർ ചെയ്യുന്നത്. 1 ജനുവരി 2009 പേയ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡെഫേർഡ് പേയ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക പ്രസന്റ് വാല്യൂവിലാണ്. 8% ആണ് ഡിസ്കൗണ്ട് റേറ്റ് റേസ് ടു 1. $4630 ആണ് ഡെഫേർഡ് പേയ്മെന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇയർ എൻഡ് ആകുമ്പോഴേക്ക് അതിന്റെ മുകളിൽ എന്ത് കാണിക്കണം? ഫൈനാൻസ് കോസ്റ്റ് കാണിക്കണം. എന്നാൽ ഇയർ എൻഡ് ആകുമ്പോഴേക്ക് 6 മാസം മാത്രമേ ഉള്ളൂ. 6 മാസത്തേക്കുള്ള ഫൈനാൻസ് കോസ്റ്റ് കാണിച്ചാൽ മതി. $185 ആണെന്ത് അവർ ഫൈനാൻസ് കോസ്റ്റ് കാണിച്ചിട്ടുണ്ടാവുക. അവർ 185 ഫൈനാൻസ് കോസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അത് കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചതാണ്. എന്നാൽ നമ്മളിവിടെ കൺസോളിഡേഷനിൽ ചെയ്ത കാര്യങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പോവാണ്. കാണിച്ച ഫൈനാൻസ് കോസ്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. അപ്പൊ പ്രോഫിറ്റ് കൂടും. ഇതുകൂടാതെ സബ്സിഡി കമ്പനിക്ക് നെറ്റ് അസറ്റ്സിനെ ഫെയർ വാല്യൂലേക്ക് മാറ്റുന്ന സമയത്ത് 4th അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് ഒരു ഫെയർ വാല്യൂ ഗെയിൻ വരുന്നുണ്ട്. ആ ഫെയർ വാല്യൂ ഗെയിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചാർജ് ചെയ്തിട്ടുണ്ടാവും? ഒരു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവും കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത്. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 3 years ആണ്. നമ്മൾ 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആയിരിക്കും ചാർജ് ചെയ്തിട്ടുണ്ടാവുക. $150. ഇത് കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ്. ഇതും നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. കാണിച്ച ഡിപ്രീസിയേഷൻ ക്യാൻസൽ ചെയ്താൽ പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് 150 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീനസ് കമ്പനിയുടെ സിംഗിൾ എൻറ്റിറ്റി പ്രോഫിറ്റ് കിട്ടും. $7635. ഇത് വെച്ചിട്ട് നമ്മളടുത്ത് വീണ്ടും വീനസ് കമ്പനിയുടെ എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാണുക നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ ഇൻറ്റു 100 വെച്ചിട്ടാണ്. ഇവിടെ വീനസ് ഗ്രൂപ്പിന്റെ മൊത്തം സെയിൽസ് റവന്യൂ 39,000 ആണ്. എന്നാൽ അതിൽ സബ്സിഡി കമ്പനിയുടെ റവന്യൂ 5,000 ആണ്. അത് ക്യാൻസൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വീനസ് കമ്പനിയുടെ മാത്രം റവന്യൂ 34,000 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ വീനസ് കമ്പനിയുടെ മാത്രം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാണണം. വീനസ് കമ്പനിയുടെ മാത്രം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കാണണം. അത് 22.45% ആണ്. 22.5% കൊടുക്കാം. ജോൺ സ്നോ ചോദിച്ചത് ആക്ച്വൽ എക്സാമിന് ഇതുപോലത്തെ പ്രീ സെറ്റ് സംഭവം ഉണ്ടാവും. ഇത് ആക്ച്വൽ എക്സാമിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എത്ര മാർക്ക് കിട്ടി? 8 മാർക്കായി. ഓക്കെ അല്ലേ? 8 മാർക്കായിട്ടുണ്ട്. B2 B3 ഇപ്പൊ എ പാർട്ട് കഴിഞ്ഞു, കാൽക്കുലേഷൻസ് കഴിഞ്ഞു, 8 മാർക്സ് നമ്മൾ സ്കോർ ചെയ്തു. B2 നമ്മൾ എന്താ ചോദിക്കുന്നേ? എക്സ്പ്ലെയിൻ വൈ the consolidated financial statements
are not comparable to those of single entity financial statements. എന്തുകൊണ്ടാണ് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും സിംഗിൾ എൻറ്റിറ്റി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കമ്പയർ ചെയ്യാൻ പറ്റാത്തത്? ഈസി അല്ലേ? സിംഗിൾ എൻറ്റിറ്റി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇതാണ് മെയിൻ റീസൺ. രണ്ടാമത്തെ റീസൺ എന്താണ്? പോരെ, 3 മാർക്കാറ്റേ ഉള്ളൂ. എത്ര പോയിന്റിനാ? 3 മാർക്കാണ്. 3 പോയിന്റ് മതി. ഞാൻ 4 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഡിസ്കൗണ്ടിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പർച്ചേസ് ബാലൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് കുറയും. ആ എമൗണ്ട് അത് നമ്മൾ ഔട്ട്സൈഡേഴ്സിന് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ബേസ്ഡ് ഓൺ യുവർ ആൻസേഴ്സ് ടു പാർട്ട് എ ആൻഡ് ബി, comment on the comparative performance of Venus Company for the year ended 30 June 2007 and 2008. പെർഫോമൻസ് ഒന്ന് കമ്പയർ ചെയ്യണേ. എസ്പെഷ്യലി മാനേജിങ് ഡയറക്ടേഴ്സിന്റെ കമന്റ് കൂടി അഡ്രസ് ചെയ്യണം. ആ കമന്റ് ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലേ? സോ നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്? പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് 2007 GP മാർജിൻ 34.4% ആണ്. 2008 അത് കുറവാണ്. അത് നമുക്ക് പറയാം. ഓക്കെ അല്ലേ?
എടാ ജി പി മാർജിന് അല്ല ശരിക്കും പറയുകയാണെങ്കിൽ 2007 ജി പി മാർജിന് 34.4 2008 ആകുമ്പോഴേക്ക് അത് കുറഞ്ഞ്. ശരിക്കും സബ്സിഡി കമ്പനി അക്വയർ ചെയ്താൽ അത് കൂടെയല്ലേ വേണ്ടത് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും കുറഞ്ഞത്? സബ്സിഡി കമ്പനിയെ വാങ്ങിച്ചത് കൊണ്ടാണോ അതോ പേരന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞത് കൊണ്ടാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? പേരന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞത് കൊണ്ടാണോ? എന്തായിരിക്കും? എടാ ഞാനിവിടെ ഡയറക്ടേഴ്സിന്റെ കമന്റ് കൊടുക്കാൻ കാരണം റിക്വയർമെന്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡയറക്ടേഴ്സിന്റെ കമന്റ് കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം അല്ലേ? നമുക്കിവിടെ ലൂട്ടോ കമ്പനിയുടെ മാത്രം നെറ്റ് പ്രോഫിറ്റ് മാർജിന് കണ്ടുപിടിക്കാം, പക്ഷെ ജി പി മാർജിന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതിൽ പറയാം. പിന്നെ കൺസോളിഡേഷൻ എഫ് എസ് എൽ റിക്വയർമെന്റ് ഇന്റർപ്രിറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരും. എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ലടാ. അപ്പൊ വീനസിന്റെ പോ പെർഫോമൻസ് കാരണമാണ് ജി പി മാർജിന് കുറഞ്ഞിട്ടുണ്ടാവുക. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കാലോ. ഡിക്ലൈനിങ് ആണോ? ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തതാണ്, ഇനി ഒന്ന് നോക്കട്ടെ. നെറ്റ് പ്രോഫിറ്റ് മാർജിന് അതും കുറവാണ്. 27 ഉണ്ടായത് 25 ആയി. നിങ്ങൾ ശ്രദ്ധിച്ചാടാ, നെറ്റ് പ്രോഫിറ്റ് മാർജിന് 27.8 ഉണ്ടായത് 25 കുറഞ്ഞ്. നമ്മൾ 2008 സബ്സിഡി കമ്പനിയുടെ റിസൾട്ട്സ് എലിമിനേറ്റ് ചെയ്തിട്ട് പേരന്റ് കമ്പനിയുടെ മാത്രം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കണ്ടുപിടിച്ച് ഓർക്കുന്നുണ്ടാ? അത് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ശരിക്കും 2008 നെറ്റ് പ്രോഫിറ്റ് മാർജിന് കുറയുന്നത് പേരന്റ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞത് കൊണ്ടാണ്. സബ്സിഡി കമ്പനിക്ക് യാതൊരു പ്രശ്നവും ബിക്കോസ് സബ്സിഡി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കുക. അവരുടെ നെറ്റ് പ്രോഫിറ്റ് 2000ഉം അവരുടെ സെയിൽസ് 5000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ. അവർക്ക് 40% നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. ശരിക്കും അവർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് 2008 നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിന് 28 എന്നായത് 25 ആയത്. അവരില്ലെങ്കിൽ അത് ശരിക്കും കൂപ്പുകുത്തി എത്രയിലേക്ക് വരികയാണ്? 22% വരികയാണ് അല്ലേ? സോ ഈ പോയിന്റുകൾ ഓക്കെയാണോ? അത് ഈ പോയിന്റ് ഓക്കെയാണോടാ? ഓക്കെയാണോ? ഞാൻ രാവിലെ 9:00 തുടങ്ങിയത് കൊണ്ടാണ് എനർജി തീരെയില്ല. ഞാൻ പിന്നെ ഇന്നലെ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇന്നൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് വിചാരിച്ചാണ്. ഇന്ന് SBR FRന് അഡ്വാൻസ്ഡ് ആണ്. അതിൽ പക്ഷേ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല, ഫുൾ തിയറിയാണ്. അപ്പോൾ രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് SBR 5 മണിക്കാറ്റാണ് കഴിയുന്നത്.
അപ്പോൾ അത്രക്കും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ട് ഫുള്ളി ടയേർഡായിട്ടാണ് ഉള്ളത്. അതാണ് അത്ര എനർജി കാണിക്കാത്തത്. പിന്നെ ROE 21% ആയത് കുപ്പുകുത്തി എത്രയായിട്ടുണ്ട്? 11.2% ആയിട്ടുണ്ട്. അല്ലെ? ROE എന്തുകൊണ്ടാണ് കുറഞ്ഞത്? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പ്രോഫിറ്റ് കുറഞ്ഞതുകൊണ്ട്. രണ്ട്, ഇക്വിറ്റി കൂടിയതുകൊണ്ട്. ഇക്വിറ്റി എന്തുകൊണ്ട് കൂടി? എന്ത് വന്നിട്ടുണ്ട്? NCA വന്നിട്ടുണ്ട്. അതുകൂടാതെ പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അല്ലേ? ഓർക്കുന്നുണ്ടത്? പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഷെയർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ROE കുറയുക ഒന്നിക്കൽ പ്രോഫിറ്റ് കുറഞ്ഞാലാണ് അല്ലെങ്കിൽ ഇക്വിറ്റി കൂടിയാലാണ്. ഇവിടെ പ്രോഫിറ്റും കുറഞ്ഞിട്ടുണ്ട്, ഇക്വിറ്റി കൂടിയിട്ടുമുണ്ട്. ഇക്വിറ്റി കൂടാനുള്ള രണ്ട് കാരണങ്ങൾ: ഒന്ന് NCA കൂടിയിട്ടുണ്ട്, രണ്ട് എന്താണ് നമ്മുടെ നെറ്റ് അസറ്റും കൂടിയിട്ടുണ്ട്. പർച്ചേസ് കൺസിഡറേഷൻ ഷെയർ ഇഷ്യൂവും കൂടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുകൂടാതെ വേറൊരു കാരണമുണ്ട്. നമ്മൾ ഗ്രെഗറിയിൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ന്യൂമറേറ്ററിൽ നമ്മൾ 6 മാസത്തെ പ്രോഫിറ്റ് കാണിച്ചപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് കാണിക്കുന്നുണ്ട്? ഫുൾ അസറ്റ്സ് കാണിക്കുന്നുണ്ട്. ഗ്രെഗറിയിൽ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓർക്കുന്നുണ്ടാടാ? നമ്മൾ SOPയിൽ 6 മാസത്തേക്കല്ലേ കൺസോളിഡേറ്റ് ചെയ്തേ, എന്നാൽ SOFP നമ്മൾ ഫുൾ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രോഫിറ്റ് 6 മാസത്തേക്കുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ, എന്നാൽ നെറ്റ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ കാണിക്കുന്നുണ്ട്. ഈ കാരണങ്ങളാല് ROC എന്താവുകയാണ്? കുറയാണ്. അല്ലേ? ഇത് മാത്രമല്ല നമ്മളെടുത്ത് പറഞ്ഞത് മാനേജിങ് ഡയറക്ടേഴ്സിന്റെ കമന്റിനെ കുറിച്ചിട്ട് എന്തോ അയാൾ 2-3 കമന്റ് കൊടുത്തിട്ടുണ്ട്. ആ കമന്റിനെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് എന്താണ്? ഇതാണ് കമന്റ്. മാനേജിംഗ് ഡയറക്ടർ ഡിസപ്പോയിന്റഡ് ആണ് ബിക്കോസ് GP മാർജിന് കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാ. എടാ, നിങ്ങൾ ഇതിൽ എന്തുത്തരം കൊടുത്തു എന്നുള്ളതിലല്ല കാര്യം. നിങ്ങൾ റിക്വയർമെന്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ മിനിമം മാർക്സ് കിട്ടും. നിങ്ങൾ റിക്വയർമെന്റ് വായിച്ചേ, നിങ്ങൾ പെർഫോമൻസ് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ GP കമ്പയർ ചെയ്തു, NP കമ്പയർ ചെയ്തു, ROE കമ്പയർ ചെയ്തു. ഞാൻ ഇവിടെ കാണിച്ച പോയിന്റ്സ് ഒന്നും നിങ്ങൾ ചിലപ്പോൾ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടാവില്ല. യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ആൻഡ് നിങ്ങൾ ഡയറക്ടേഴ്സിന്റെ കമന്റ്സിനെ കുറിച്ചിട്ടും കൂടി 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഈ 9 മാർക്കിൽ ഒരു 4-5 കിട്ടും. നിങ്ങൾക്ക് സംഭവം മനസ്സിലായടാ? ഇതിൽ ഈ 3 മാർക്ക് കിട്ടാൻ യാതൊരു പണിയുമില്ല. ഈ 5 മാർക്കും നിങ്ങൾ കുറച്ചൊക്കെ കിട്ടും. ഈ 3 മാർക്കും നിങ്ങൾ ഡെഫിനറ്റ്ലി ആ ഗ്രെഗറിയൊക്കെ പോലത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ 3 മാർക്കും കിട്ടും. നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട് വരെ ഈ 9 മാർക്കാണ്. ഈ 9-ൽ 9 കിട്ടാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ 9-ൽ 4-5 കിട്ടാൻ യാതൊരു പണിയില്ല. നിങ്ങൾ ആ റേഷ്യോസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഉത്തരം കൊടുത്താൽ മതി. അത് മാത്രം ചെയ്താൽ പോരാ. ബിക്കോസ് ഈ റിക്വയർമെന്റിൽ സെക്കൻഡ് പാർട്ടിൽ എന്ത് പറയുന്നുണ്ട്? ഡയറക്ടേഴ്സിന്റെ കമന്റിനെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചും കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം 4 മാർക്ക് കിട്ടുന്നതാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ 20-ൽ നിങ്ങളൊരു 14-15 എന്ത് ചെയ്തു? സ്കോർ ചെയ്തു. സോ റിക്വയർമെന്റ് എന്താണോ അതിന് മൊത്തത്തിൽ ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. ഡിസ്കൗണ്ട് കിട്ടിയത് കൊണ്ടാണ്
GP മാർജിൻ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത് അല്ലേ? ഡിസ്കൗണ്ട് സബ്സിഡി കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്താൽ GP മാർജിൻ കൂടുമോ? ഇല്ല. എന്തുകൊണ്ട് കൂടില്ല? സബ്സിഡി കമ്പനിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സബ്സിഡി കമ്പനിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ എത്ര രൂപക്ക് വാങ്ങിച്ചാലും ഇതൊരു ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ആണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൺസോൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് എലിമിനേറ്റ് ചെയ്യും. നമ്മൾ സബ്സിഡി കമ്പനിയുടെ കയ്യിൽ നിന്നോ പേരന്റ് കമ്പനിയുടെ കയ്യിൽ നിന്നോ സാധനങ്ങൾ കൂടിയ വിലക്ക് വാങ്ങിച്ചാലും കുറഞ്ഞ വിലക്ക് വാങ്ങിച്ചാലും അത് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് അതൊരു ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. കൺക്ലൂഷൻ എന്താ പറയാ? രണ്ട് കമ്പനികൾ ഒരുമിക്കുന്ന സമയത്ത് കിട്ടുന്ന എഡീഷണൽ ബെനിഫിറ്റിനെയാണ് സിനർജി എന്ന് പറയുന്നത്. ആ സിനർജി ബെനിഫിറ്റ്സ് 2008 കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം വാങ്ങിച്ച പാടാണ്. 2009 ആകുമ്പോഴേക്ക് ആ സിനർജി ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുമ്പോഴേക്ക് മൊത്തം ഗ്രൂപ്പിന്റെ പ്രോഫിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡിസപ്പോയിന്റഡ് ആവണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഷൻ കൊടുത്തു. ഓക്കെയാണോ? ഇത് ഈ സംഭവം ഓക്കെയാണോ? ഓക്കെ അല്ലേ? എടാ ഫോറിൻ കറൻസിയുടെ ഇവിടെ കമ്പ്യൂട്ടേഷൻസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ആ ഒരു ടോപ്പിക് തന്നെ കംപ്ലീറ്റ്ലി കിടപ്പുണ്ട്. അതൊന്ന് നോക്കിയാൽ മതിയാ. IAS 21 ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. അതിൽ കാൽക്കുലേഷൻസ് 2-3 ചെയ്യുന്നുണ്ട്. എക്സാമിന് ഇത് ടൈപ്പ് ചെയ്ത് സേവ് ആയിക്കോളും കേട്ടോ. ഞാനിപ്പോൾ ഇത് സേവ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെന്താണ് എന്താ വേണ്ടേ? സെക്ഷൻ സി മാത്രമേ വേറൊന്നും ചോദിക്കില്ല. നിങ്ങൾ കഴിയുന്നില്ല, വയ്യ. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിക്കൂർ കഴിഞ്ഞു ക്ലാസ്. കൺസോൾട്ടേഷൻ്റെ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ എൻ്റെ യൂട്യൂബിലുണ്ട്. കൺസോളിഡേഷൻ MCQs എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിലുണ്ട്. ഫസ്റ്റ് വീഡിയോ ആണ്. കുറേ MCQs അതിൽ സോൾവ് ചെയ്യുന്നുണ്ട്. കുറേ MCQs സോൾവ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കണേ. എക്കോണമീസ് ഓഫ് സ്കെയില് GP മാർജിനിലാണ് വരിക സഫീന.
കൺസോൾട്ടേഷൻ്റെ MCQs 1 മണിക്കൂർ കുറേ MCQs സോൾവ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഓടിച്ച് പറയുന്ന സാധനമൊന്നും ഇതിലില്ല. ഡിസ്പോസൽ ഓഫ് സബ്സിഡറി, ഡിസ്പോസൽ ഓഫ് സബ്സിഡറി കമ്പനി എൻ്റെ യൂട്യൂബ് ചാനലിലതാ. ആ ബോൾ ആൻഡ് എഡ്യൂക്കേഷൻ അതൊന്നും നോക്കൂലേ, 25 മിനിറ്റ്. കാരണം അത് ഓടിച്ചിട്ടൊന്നും പറയാനൊന്നും കഴിയില്ല. അത് 25 മിനിറ്റ് കൊണ്ട് പറയുന്നൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണണേ. അത് യൂട്യൂബ് ചാനലിലതാ, ഡിസ്പോസൽ ഓഫ് സബ്സിഡറി. പ്രീ മോക്ക് December 23 സെക്ഷൻ ബിയിൽ ഉള്ള ചോദ്യം നിങ്ങൾക്ക് അറിയണം അല്ലേ? അതും ഞാൻ കാണിച്ചു തരാം. ആ സാധനവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രീ മോക്ക് December 23 ACCA qualification FR FR mock exam and debrief video. Pre mock December 23 സെക്ഷൻ ബി. അതിൻ്റെ ആൻസേഴ്സ് ACCയുടെ സൈറ്റിൽ തന്നെ ഉണ്ട്, നിങ്ങളൊന്ന് നോക്കൂലേ? പ്ലാങ്ക് കമ്പനി ക്ലാസ് കഴിഞ്ഞടാ. പ്ലാങ്ക് കമ്പനി എൻ്റെ യൂട്യൂബില് ഇതാ ഒരു വീഡിയോ ഉണ്ട്. റണ്ണർ പ്ലാങ്ക് പോൾസ്റ്റാർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. റണ്ണർ പ്ലാങ്ക് പോൾസ്റ്റാർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിൽ പ്ലാങ്ക് ഉണ്ട്. അതൊന്ന് നോക്കണേ. നോക്കൂലേ? അതില് ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു ചോദ്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടാ. ഡ്യൂക്ക് അത് കുഴപ്പമില്ല, അത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കൂടാ, അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് കഴിയുന്നില്ല, എനിക്ക് വയ്യാണ്ടായി. കഴിയാത്തോണ്ടാണ് ഞാനിതൊരു 10 മണി വരെയൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാണ്. കഴിയുന്നില്ല, തലയും വേദന എടുക്കുന്ന, സൗണ്ട് വരുന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവം തന്നെയാണ്. എന്താണ്, നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നും പോകണ്ട.
നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. വേറെ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ പുതുമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ തോന്നലുകളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി, മുന്നോട്ടേക്ക് പോയാൽ മതി. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നാളെ ഒരു ദിവസമാണ് ഉള്ളത്, മറ്റന്നാൾ എക്സാമിനേഷൻ ആണ്. സോ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ടെൻഷനൊന്നും ആവണ്ട, പഠിച്ചത് പോയിട്ട് എഴുതുക, നിങ്ങൾ പാസ്സായിക്കോളും. എല്ലാവിധ പ്രയേഴ്സും ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. Thank you. Thanks a lot. Good luck.